കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. പ്രതികളുടെ മൊബൈലിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവെന്നാണ് സൂചന. പ്രതികൾ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിവരങ്ങളുമായി സജീവ് സി വാര്യർ ചേർന്നു. സജീവ്, ഈ സംഭവത്തിൽ ഒരു കുട്ടികൾ തമ്മിലുള്ള ഉന്തും തള്ളിനും അപ്പുറത്ത് നഞ്ചക്ക് പോലെയൊക്കെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുള്ള വസ്തുക്കളുമായി കുട്ടികൾ പോകുന്നത് സംശയം ജനിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെ ആ കുട്ടിക്ക് കിട്ടി എന്നതൊക്കെ ആദ്യഘട്ടത്തിൽ ചർച്ചയായിരുന്നു. പക്ഷേ അതിൻ്റെ സൂചനകളൊക്കെ വന്നു. പക്ഷേ ഇതിൽ ഈ ഷഹബാസിനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. ഈ ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്ന ഒരു കുട്ടിയല്ല ഷഹബാസ്. അപ്പോൾ ആ രീതിയിലൊക്കെ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പോലീസ് ഇപ്പോൾ എത്തുന്ന ഒരു നിഗമനം എന്താണ്? ശ്രീജ, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴുള്ള ഒരു രീതി, അതായത് ഇതിന്റെ കൂടുതൽ തെളിവുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനായി കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. അതോടൊപ്പം കുട്ടികളുടെ മൊബൈൽ ഫോൺ, അതായത് പ്രതികളായിട്ടുള്ള കുട്ടികളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു. നഞ്ചക്ക് ഒരാളുടെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. ആ വീട്ടിലെ കുട്ടിയുടെ പിതാവ് നേരത്തെ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുമായി ബന്ധമുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു ആരോപണം ഉയർന്നു വന്നത്. ഇത് സംബന്ധിച്ചും അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കുട്ടിയുടെ പിതാവ് നേരത്തെ ഒരു കേസിൽ ജയിലിലാവുകയും അവിടെ ജയിലിൽ വെച്ച് രജീഷുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. അതിനുശേഷം പരോളിൽ ഇറങ്ങിയ സമയത്ത് രജീഷിനെ പുറത്തു വെച്ച് കാണുകയും അവിടെ വെച്ച് ചിത്രമെടുക്കുകയും ചെയ്തു എന്നടക്കമുള്ള വിവരങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള ക്രൂരമായ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ തയ്യാറാകുമോ, അങ്ങനെയെങ്കിൽ അവർക്ക് പിന്നിൽ മുതിർന്ന ആളുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണയോ ആസൂത്രണമോ ഉണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഇതിനായി മൊബൈൽ ഫോണുകളിലെ വിവരങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം തന്നെ ഇവർ അംഗമായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വന്നിട്ടുള്ള ചാറ്റുകൾ, അത്തരം വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ കുട്ടികൾ, ഇപ്പോൾ 5 പേരാണ് പ്രതികളായിട്ടുള്ളത്, അതിനൊപ്പം കൂടുതൽ കുട്ടികൾക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. ആക്രമണത്തിൽ അവർ പങ്കെടുത്തിട്ടുണ്ടോ, ആസൂത്രണത്തിൽ കൂടുതൽ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നെല്ലാം അറിയാനായി അവരുടെ എല്ലാം തന്നെ മൊഴിയെടുക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. കൂടുതൽ പേരെ മൊഴിയെടുക്കുന്നുണ്ട്. ആരൊക്കെ ഇപ്പോൾ അതിൽ പങ്കാളികളായി എന്നുള്ള കാര്യം അന്വേഷിച്ചു വരികയാണ്. ഈ പറയുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പിതാവിൻ്റെ കുട്ടി ഈ കേസിൽ പ്രതിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇയാൾക്കും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ശേഖരിച്ചു വരുന്നത്. അതേസമയം ഇന്നലെ പരീക്ഷ തുടങ്ങി. SSLC പരീക്ഷ എഴുതാൻ കുട്ടികൾ എത്തുകയും അവിടെ എത്തിയപ്പോൾ ഷഹബാസിൻ്റെ സീറ്റ് നേരത്തെ തന്നെ രജിസ്റ്റർ നമ്പറെല്ലാം ആയി കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഷഹബാസ് മരിക്കുന്നത്. ഷഹബാസിൻ്റെ സീറ്റ് ഒഴിഞ്ഞു കിടന്നു. അവിടെയുള്ള ഇവർക്കൊപ്പം കുട്ടിയുടെ ഒപ്പം പഠിക്കുന്ന എളേറ്റിൽ വെട്ടോളിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പലരും വലിയ തോതിലുള്ള മാനസിക സംഘർഷത്തിലും വിഷമത്തിലുമാണ്. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള അത്തരം സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അധ്യാപകർ അക്കാര്യത്തിൽ കൂടി ശ്രദ്ധിച്ചു വരികയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം പ്രതികളായിട്ടുള്ള 5 കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരുക്കിയതിൽ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. ഇന്നലെ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. SFI ഒഴികെയുള്ള മറ്റ് സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധവുമായി വെള്ളിമാട് കുന്നിലേക്ക് വന്നിരുന്നു. ജുവനൈൽ ഹോമിൽ വെച്ച് പ്രത്യേക സംവിധാനത്തിൽ അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കിയതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം വന്നു. അതിനൊപ്പം വിരമിച്ച ഒരു അധ്യാപിക എത്തുകയും അവർ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ചും അധ്യാപകരുടെ വടി അവരിൽ നിന്ന് എടുത്തു മാറ്റിയ പുതിയ ബാല നിയമങ്ങളെല്ലാം തന്നെ പരിഷ്കരിക്കണം, കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണം, ഇപ്പോഴുള്ള സാഹചര്യം പരിശോധിക്കണമെന്നെല്ലാം അവർ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. വീട്ടിലിരുന്ന് ടെലിവിഷൻ കണ്ടിരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം കൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി പ്രതികരിക്കുന്നില്ല എന്നെല്ലാം അവർ വളരെ വികാരഭരിതയായി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അധ്യാപകർക്ക് വടി തിരിച്ചു കൊടുക്കുക, അതായത് കുട്ടികളെ ശാസിക്കാനുള്ളൊരു സാഹചര്യം അധ്യാപകർക്ക് ഒരുക്കി കൊടുക്കണമെന്ന ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷഹബാസിന്റെ അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ വളരെ വേദനാജനകമായ വേർപാട് ഉണ്ടാകുന്നത് എന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്.
കോഴിക്കോട് നിന്ന് ഷഹബാസിന്റെ മരണത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ആസൂത്രിതമായാണ് ഈ കൊലപാതകം, ഈ അക്രമം നടത്തിയത് എന്നതിന്റെ പല സൂചനകളും ഇവരിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്ന് അടക്കം ലഭിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും എങ്ങനെയാണ് കുട്ടികൾ ഇത്തരം മാരകായുധങ്ങളുമായി ഒരു സംഘർഷമുണ്ടാക്കാൻ പോയത് എന്ന കാര്യത്തിൽ എന്തായാലും കൃത്യമായ ഒരു കാരണം കണ്ടെത്തിയേ മതിയാവൂ. എങ്ങനെ അത് സാധിച്ചു എന്നറിഞ്ഞേ മതിയാവൂ. ആ തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര